ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രക്ഷാശിക്ഷകളുടെ ജഡ്ജ്മെന്റ് വരുന്ന അത് നടപ്പിലാക്കുന്ന ദിനത്തിന്റെ ഉടമസ്ഥനാണവൻ. മാലിക് എന്നാൽ ഉടമസ്ഥൻ, യൗമ് എന്നാൽ ദിവസം, ദീൻ എന്നാൽ വിചാരണ, പ്രതിഫലം എന്നൊക്കെയാണ് ഈ ആയത്തിൽ അർത്ഥം. ദീനിന് എന്താ അർത്ഥം? സാധാരണ നമ്മൾ ദീനുൽ ഇസ്ലാം എന്നൊക്കെ പറയുന്ന ആ അർത്ഥത്തിലല്ല ഇവിടെ ഉള്ളത്. അറബ് ഭാഷ അങ്ങനെയാണ്. അഴീന് യാ നൂന്, അഴീന് എന്ന വാക്കിന് എത്ര അർത്ഥം? തടാകം എന്നർത്ഥമുണ്ട്, തടി എന്നർത്ഥമുണ്ട്, കണ്ണ് എന്നർത്ഥമുണ്ട്, ഒരുപാട് അർത്ഥം ഒറ്റ വാക്കിന്. ഇതുപോലെ ദീൻ, മാലിക് യൗമിദ്ദീൻ. നമ്മളെ ദീന് എന്താ? ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന ദീൻ തന്നെ, ലെറ്റർ അങ്ങനെ തന്നെയാണ്, ഉച്ചാരണവും അങ്ങനെ തന്നെയാണ്. ദീൻ എന്ന വാക്കിന് ഇവിടെ അർത്ഥം വിചാരണ, പ്രതിഫലം എന്നൊക്കെയാണ്. വേറെയും അർത്ഥങ്ങളുണ്ട്. മതം എന്നർത്ഥമുണ്ട്, നിയമം എന്നർത്ഥമുണ്ട്, വീക്ഷണം എന്നർത്ഥമുണ്ട്, വ്യവസ്ഥ എന്നർത്ഥമുണ്ട്. അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ദീനിനുണ്ട്. ആചാരം എന്നർത്ഥമുണ്ട് ദീനിന്. അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ ആയത്തില് വിചാരണ നാളിന്റെ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ ആയവൻ ആണവൻ, അവൻ ഉടമസ്ഥനാകുന്നു. ഇവിടെ ഒരു സംശയം. വിചാരണ നാളിന്റെ ഉടമസ്ഥൻ എന്ന് പ്രത്യേകം പറയേണ്ട കാര്യം എന്താ? ദുന്യാവിന്റെ ഉടമസ്ഥനും അല്ലാഹ് തന്നെയല്ലേ? ആണല്ലോ. പിന്നെന്തിനാണ് വിചാരണ നാളിന്റെ ഉടമസ്ഥന് സ്പെഷ്യലായി പറയാൻ കാരണം? അള്ളാഹുവാണ് ദുനിയാവിന്റെ ഉടമസ്ഥൻ, പരലോകത്തിന്റെ ഉടമസ്ഥൻ, ഖബറിന്റെ ഉടമസ്ഥൻ, മഹ്ശറയുടെ ഉടമസ്ഥൻ, എല്ലാ സർവ്വലോകങ്ങളുടെയും മാലിക്, ഉടമാധികാരി അവൻ തന്നെയാണ്. പിന്നെന്തേ ഇത് മാത്രം സ്പെഷ്യൽ ഉടമസ്ഥൻ എന്ന് പറഞ്ഞത്? എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായിരിക്കെ വിചാരണ നാളിന്റെ ഉടമക്കാരൻ എന്ന് പ്രത്യേകം പറഞ്ഞതിന്റെ കാര്യം എന്താ? ചിന്തിക്കേണ്ട വിഷയല്ലേ? അതെ, അന്ന് എന്ന് വിചാരണ നാളില്, പ്രതിഫലം കൊടുക്കുന്ന പരലോക നാളില്, അന്ന് ഉടമസ്ഥനായി അല്ലാഹു മാത്രമേ ഉണ്ടാകൂ. ഇന്ന് അഥവാ ഈ ലോക ജീവിതത്തില് ഉടമക്കാരായി, ഉടമസ്ഥന്മാരായി പലരും പലതും ഉണ്ട്. അള്ളാഹുവാണ് പരമാധികാരിയെങ്കിലും ഉടമസ്ഥനെങ്കിലും ഈ ലോക സംവിധാനത്തില്, ഈ ലോക ജീവിതത്തില് അള്ളാഹു അവന്റെ അധികാരം പങ്കിട്ടുകൊടുത്തിരിക്കുകയാണ് അടിമകൾക്ക്. അള്ളാഹു അവന്റെ അധികാരം സൃഷ്ടികളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പടപ്പുകളിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോക സംവിധാനത്തിൽ ഉടമസ്ഥാവകാശം പടപ്പുകൾക്ക് അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഭരണം നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ഭരണത്തിന്റെ നിയമവശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ അതോടൊപ്പം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വിധത്തിൽ ഭരിച്ചോളൂ, നിങ്ങൾക്ക് അധികാരമുണ്ട്. അതിപ്പോ ഒരു മോഡി അമിത്ഷി മാത്രമൊന്നല്ല, ഞാനും നിങ്ങളൊക്കെ അധികാരികളാണ്. നമുക്കൊക്കെ അധികാരമുണ്ട്. ഞാനും നിങ്ങളും പുരുഷ മേധാവിത്വത്തിന്റെ അധികാരമല്ല. നമ്മുടെ വീട്ടിലുള്ള കുടുംബിനികൾ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, അവരും അധികാരികളാണ്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടത്. ബുഖാരിയുടെ ഹദീസിലുണ്ട്, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി അൽ ഇമാമു റാഇൻ വമസ്ഊലുൻ അൻ റഇയതിഹി والرجل راع في أهله ومسؤول عن رعيته والمرأة راعية في بيت زوجها. കുല്ലുക്കും റാഇൻ, നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്. നിങ്ങൾ ഓരോരുത്തരും
ഭരണം നടത്തുന്ന ഉടമക്കാരാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭരണീയരെ കുറിച്ച് ചോദിക്കപ്പെടും. എങ്ങനെ നിങ്ങൾ ഭരിച്ചത്? നിങ്ങൾക്ക് അധികാരം തന്നിട്ട് ഉടമക്കാരനായി നിങ്ങളെ നിർണയിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണത് കൈകാര്യം ചെയ്തത് എന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ചോദ്യം വരും. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, അൽ ഇമാമു റായിൻ. ഇമാമ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ 5 നേരം ഇമാമത്ത് നിൽക്കുന്ന ആൾക്കല്ല അറബിയിൽ പറയാ. ഭരണാധികാരിക്ക് പറയുന്ന പേരാണേത്? ഇമാമ. അന്ന് ഭരണാധികാരി എന്നീ പണി ചെയ്തിരുന്നത് റസൂലുള്ളാഹി ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആരെയുന്നു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നീന്നത്. അവര് ഭരണാധികാരികളും കൂടെ ആയിരുന്നു. ഇന്നിപ്പോ ആ സംവിധാനം നമുക്കില്ല. അതുകൊണ്ടാണ് വെറും നിസ്കാരത്തിലെ ഇമാമ മാത്രമായത്. ഇമാമ് എന്ന് പറഞ്ഞാൽ ഭരണാധികാരി എന്നാണ്. അൽ ഇമാമു റായിൻ, പ്രധാനമന്ത്രിമാർ, രാജാക്കന്മാർ, അധികാരികൾ, അവർ ഭരണാധികാരികളാണ്. വമസ്ഊലുൻ അൻ റഇയതിഹി, അവരുടെ പ്രജകളുടെ കാര്യത്തിൽ അവരോട് ചോദിക്കും. അർറജുലു, ഒരു പുരുഷൻ റാഇൻ ഫീ അഹ്ലിഹി, അവന്റെ കുടുംബത്തിന്റെ ഭരണാധികാരിയാണ് ഒരു പുരുഷൻ. ഞാൻ എൻ്റെ വീടിന്റെ അധികാരിയാണ്, നിങ്ങളൊക്കെ നിങ്ങളുടെ വീടിന്റെ അധികാരികളാണ്. മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങളുടെ അധികാര പരിധിയിൽ ഭാര്യ, സന്താനങ്ങൾ, വീട്, അയൽവക്കം ഇതൊക്കെ ഉണ്ടല്ലോ. ആ ഭരണത്തിൽ അവിടെയൊക്കെ വീഴ്ച വന്നാൽ ചോദ്യം വരും. വൽ മർഅത്തു, ഒരു പെണ്ണ്, റാഇയത്തുൻ, അവളും ഭരണകർത്താവാണ്. ഫീ ബൈതി സൗജിഹാ, അവളുടെ ഭർത്താവിന്റെ ഭവനത്തിന്റെ അധികാരിയാ പെണ്ണാണ്. എന്നാൽ ഈ ലോകത്ത് അല്ലാഹു ഇത് വിഹിതിച്ചു കൊടുത്തിരിക്കുകയാണ്, അധികാരം. അപ്പൊ നമ്മളെ വീടിന്റെ അധികാരി പിന്നെ നമ്മളെ മുകളിൽ ഒരു പഞ്ചായത്തിലുണ്ടല്ലോ ഭരണം, അതിന്റെ മുന്നിൽ ഒരു നിയമസഭ, ഒരു മണ്ഡലം, അതിന്റെ മുകളിലൊരു മുഖ്യമന്ത്രി, അതിന്റെ മുകളിലൊരു MP, അതിന്റെ മുകളിലൊരു പ്രധാനമന്ത്രി. ഇങ്ങനെ എത്ര ഭരണ സംവിധാനങ്ങളാണ് നമ്മുടെ മീതെ ഉള്ളത്. എന്നാൽ ഒരു ദിവസം, ഏത് ദിവസം? യൗമുദ്ദീൻ, അന്ന് ആർക്കും ഒരാൾക്കും അധികാരത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാവുകയില്ല. ഭൂമിയിൽ കണ്ട ചക്രവർത്തിമാർ, പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ, എന്തിനധികം ഒരു വീടിന്റെ നാഥൻ പോലും ആ അധികാരത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കപ്പെടും. ഒരാൾക്കും, എനിക്ക് എന്റെ മക്കളുടെ കാര്യത്തിൽ അധികാരമില്ലാത്ത ദിവസം, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കാര്യത്തിൽ അധികാരമില്ലാത്ത ദിവസം, അധികാരത്തിന്റെ ഒരു കണികയും ആർക്കും തന്നെ ഇല്ലാത്ത ദിവസം, അന്ന് ഈ ലോക ഭരണത്തിലെ നീതിക്കും നന്മക്കും പ്രതിഫലം കൊടുക്കുന്ന ദിവസം, അനീതിക്കും അഴിമതിക്കും ശിക്ഷ കൊടുക്കുന്ന ദിവസം. തുടർന്ന് അങ്ങോട്ട് കാലാകാലവും അള്ളാഹുവിന്റെ മാത്രം അധികാരകാലമാണ്. കാരണം യൗമുദ്ദീൻ അവസാനിക്കില്ല, അത് അനശ്വരമായി അനന്തമായി കിടക്കുകയാണ്. ആലോചിച്ചാൽ വട്ടം കറങ്ങും തല. അറ്റല്ലാത്തൊരു കാലം ഇങ്ങനെ പോയി പിന്നെ അവസാനിക്കൂല അങ്ങനെ ഭ്രാന്ത് പിടിക്കും. നമ്മളെ ബുദ്ധിക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല. നമ്മൾ ഈ സൃഷ്ടി ലോകത്താണ്. ഇതിനപ്പുറത്ത് സൃഷ്ടാവിന്റെ ഓരോ സംവിധാനങ്ങളും നമുക്ക് നമ്മുടെ ഈ മസ്തിഷ്കം കൊണ്ടെല്ലാം കണ്ടെത്താൻ പറ്റൂല. അങ്ങനെയാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. ഏതായാലും അനശ്വര യുഗമാണ്, അനശ്വര കാലമാണ് യൗമുദ്ദീൻ. ഇതിന് യൗമ് എന്ന് പറഞ്ഞ എന്തിനാ? ദിവസം. നമുക്ക് തിരിയുന്നൊരു ഭാഷയിലൂടെയല്ലേ, തിരിയുന്ന ഒരു സാധനത്തിലൂടെയാണ് തിരിയാത്ത സാധനം പറഞ്ഞു തരാ അല്ലേ? ഹുർദുൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഹുർദുൽ അറിയോ? ഹുർദുൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് പറഞ്ഞു. ഹുർദുലോ എന്താ? അത് തേങ്ങ പോലെ ഇരിക്കും എന്ന് പറഞ്ഞാല് അപ്പൊ ഹുർദുൽ തിരിഞ്ഞ്. കാരണം ഹുർദുൽ നമുക്കറിയില്ല, തേങ്ങ നമുക്ക് പരിചയമുണ്ട്. അപ്പൊ നമുക്ക് ഹുർദുൽ അറിഞ്ഞു. ഹുർദുൽ അറിയോ? അത് മർദുൽ പോലെയാണ് പറഞ്ഞാല് എന്താ മനസ്സിലാവും? ഒന്നും മനസ്സിലാവില്ല. യൗമുദ്ദീൻ, ആ ദിവസം നമുക്ക് ദിവസത്തെ പരിചയമുണ്ട് ഈ ലോക ജീവിതത്തില്.
വാസ്തവത്തിൽ ഈ ലോകത്തെ ഒരു ദിവസമായി യൗമുദ്ദീനിനെ കാണാൻ പാടില്ല. ഇവിടെ ഒരു ദിവസം നമുക്ക് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു ദിവസം എങ്ങനെയാണ് ഒരു ദിവസം അനുഭവപ്പെടുന്നത്? ഭൂമിയുടെയും സൂര്യന്റെയും ചലനവും കറക്കവും നിമിത്തം നമുക്ക് ഓരോ ദിവസങ്ങൾ അനുഭവപ്പെടുന്നു, ആഴ്ചകൾ അനുഭവപ്പെടുന്നു, മാസങ്ങളും കൊല്ലങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നു. എന്തുകൊണ്ട്? സൂര്യന്റെയും ഭൂമിയുടെയും ചലനത്തിന്റെ അടിസ്ഥാനത്തിൽ. അവിടെ ഭൂമിയില്ല, സൂര്യനുമില്ല, ചലനവുമില്ല. എവിടെ എവിടെ? യൗമുദ്ദീൻ, വിചാരണ നാളില്. അതൊക്കെ തകരുന്നോടെ, അതിൻ്റെയൊക്കെ തകർച്ചയോടെയല്ലേ ആ ദിനത്തിന്റെ തുടക്കം? ഭൂമി ഇவ்விധത്തിലില്ല. ഭൂമിയെ ആകെ തകിടം മറിച്ച് പരിവർത്തിപ്പിച്ച് തുബദ്ദലുൽ അർളു ഗൈറൽ അർള് എന്നാ ഖുർആൻ പറഞ്ഞത്. ഭൂമിയെ ഭൂമിയല്ലാത്തൊരു അവസ്ഥയിലേക്ക് തരം മറിച്ച് അടിച്ചുടച്ച് പരത്തി നീട്ടി വേറെ ഒരു സാധനാക്കി മാറ്റും. തുബദ്ദലുൽ അർളു ഗൈറൽ അർള്. അപ്പൊ ഭൂമി അന്നില്ല, ഈ വിധത്തിൽ ഭൂമിയില്ല, ചലനല്ല. സൂര്യൻ ഇന്ന് കാണുന്ന പോലെയില്ല, ഈ ഇന്നത്തെ കറക്കവും അതിനില്ല. പിന്നെങ്ങനെ ദിവസം? ദിവസം എന്ന് പറഞ്ഞത് എങ്ങനെ ഉണ്ടാകുന്നത്? ഇങ്ങനെയാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വന്ന് പിറ്റേ ദിവസം ഉദിക്കുമ്പോൾ ഒരു ദിവസം. നമ്മളെ കലണ്ടർ മാറുന്നത് ഏതാണ്? അത് ഇംഗ്ലീഷുകാരെ കലണ്ടർ പ്രകാരം രാത്രി 12 മണിക്കാണ്. അർദ്ധരാത്രിയെ വെട്ടിപ്പൊളിച്ചിട്ടാണ് നമ്മൾ ഡേറ്റ് ഇട്ടത്, അല്ലേ? ഇന്നത്തെ ഡേറ്റ് എപ്പോഴാണ് മാറുക? ഒരു നിലക്കും അടിസ്ഥാനമില്ല സത്യം. ഒന്നിക്ക് സുബൈക്ക് മാറണം, അല്ലെങ്കിൽ മഗ്‌രിബിന് മാറണം. ഇസ്ലാമിക കലണ്ടർ പ്രകാരം എപ്പോഴാണ് മാറണേ? ഇസ്ലാമിക ദിവസം തുടങ്ങുന്നത് ദീനിന്റെ കാഴ്ചപ്പാടില് ഒരു ദിവസത്തിന്റെ സ്റ്റാർട്ടിങ് എപ്പോഴാ? സുബൈക്കോ മഗ്‌രിബിനാണ്. അങ്ങനെയാണ്. മഗ്‌രിബിനാ അല്ലെങ്കിൽ സുബൈക്കാക്കിയാലും കുഴപ്പമില്ല. ഈ അർദ്ധരാത്രി വെട്ടിപ്പൊളിക്കുന്ന പരിപാടി അവിടെ ഭാഗിക്കുന്ന സംഗതി എന്താ? അപ്പൊ ഈ ദിവസം എന്ന് പറയുന്ന ഈ സംഗതി ഉണ്ടാകുന്നത് ഇതിന്റെ ചലനത്തിലൂടെ ഉണ്ടാകുന്നത്. ഈ ചലനമൊക്കെ നിശ്ചലായി പോവാണ്. എന്നാ അവിടെ ദിവസമല്ലേ? എപ്പോഴും ഒരേ അവസ്ഥയിലാണോ? അല്ല, അവിടെ ദിവസമുണ്ട്. അവിടെ രാവുണ്ട്, പരലോകത്ത് പകലുണ്ട്. അതൊക്കെ ഹദീസിൽ പുണ്യനബി വിവരിച്ചു തന്നിട്ടുണ്ട്. ആ രാപ്പകലുകളുടെ അവസ്ഥ എങ്ങനെ? അല്ലാഹു അഅലം. അത്രേ പറ്റുള്ളൂ. ഇത് ചിലതൊക്കെ അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്നത് തന്നെ ഉപമയാണ് പലതും. ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉപമയാണ്, ആലങ്കാരികമായി നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. അതങ്ങനെ ഒരിക്കലും മനസ്സിലാക്കാനും പറ്റൂല പല ഭാഗത്തും. ഏതായാലും യൗമുദ്ദീൻ, വിചാരണ നാൾ, വിചാരണ ദിവസം, അതിന്റെ ദൈർഘ്യം, അതിന്റെ നീളം അത് നമ്മൾ പറഞ്ഞതാണ്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന. യൗമുദ്ദീന്റെ ദൈർഘ്യം, നീളം. കാന മിഖ്ദാറുഹു, അതിന്റെ കണക്ക്. ദുനിയാവിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഈ ഭൂമിയിലെ അനുഭവം വെച്ച് കണക്കാക്കിയാൽ 50 അൽഫ സന, 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. അപ്പൊ യൗമുദ്ദീൻ എത്ര? 50,000 കൊല്ലത്തിന്റെ നീളം, അത്രയും കാലം. അപ്പൊ 50,000 കൊല്ലം കഴിഞ്ഞാൽ എൻഡ് ആയോ? അവസാനിച്ചോ? ഇല്ല, അത് ഒരു ദിവസത്തിന്റെ നീളാണ്, ദൈർഘ്യം. അങ്ങനത്തെ കുറെ ദിവസങ്ങൾ. അല്ലാതെ 50,000 വർഷം ഉള്ള ഒരു ദിവസമാണ് പരലോകം. ആ 50,000 കൊല്ലം കഴിഞ്ഞാൽ അവിടെ അവസാനിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു ദിവസത്തിന്റെ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന, പരലോക ദിനത്തിന്റെ കണക്കാണ് ദുനിയാവിലെ ദിവസങ്ങളുമായി തുലനം ചെയ്ത് കണക്കാക്കുമ്പോൾ 50,000 കൊല്ലത്തിന്റെ നീളം. അങ്ങനത്തെ നിരവധി ദിവസങ്ങൾ എന്ന് വെച്ചാൽ അനന്തമാണ്, അനശ്വരമാണ്, അവസാനിക്കുകയില്ല. ഇങ്ങനൊരു ദിവസം തന്നെ കൂട്ടരെ, ഈ ലോകത്തന്നെ ഏതൊക്കെ ടൈപ്പ് ദിവസമുണ്ട്? എല്ലാ ദിവസവും ഒരുപോലെയാണോ നമുക്ക്? ചില സമയത്ത് രാത്രി കൂടും, പകല് കുറയും. നീ ഭൂമിയുടെ വേറെ ചില ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പകൽ ഇച്ചിരി, രാത്രി ഒത്തിരി.
അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. ചില ഭാഗങ്ങളിൽ 3 മാസം പകല് 3 മാസം രാത്രി. വേറെ ചില ഭാഗങ്ങളില് 1 വർഷം എന്ന് പറഞ്ഞാൽ 2 ദിവസം, 1 കൊല്ലം എന്ന് പറഞ്ഞാൽ 2 ദിവസം. അങ്ങനെ ഉണ്ട് ഈ ഭൂമിയിൽ ചില ഭാഗം. അതെവിടെ? ഉത്തര ദക്ഷിണ ധ്രുവങ്ങളില് 6 മാസം പകലും 6 മാസം രാത്രിയാണ്. അവിടെ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റില്ല. പക്ഷെ സയന്റിസ്റ്റുമാരൊക്കെ ഇന്നത്തെ സംവിധാനങ്ങളും സുരക്ഷാ കവചങ്ങളൊക്കെ ഒരുക്കി ദക്ഷിണ ഉത്തര ധ്രുവങ്ങളിൽ ചെന്ന് നിന്നാൽ ഭൂമധ്യരേഖയുടെ ഏതാണ്ട് 12 ഡിഗ്രി സൂര്യൻ എടുത്ത് തെറ്റിയാൽ 6 മാസം ഭൂമധ്യരേഖയുടെ ഇപ്പുറത്തുണ്ടാവും, അവരെ വശത്തുണ്ടാവും. അത് ഈ ഗോളശാസ്ത്രം ഞങ്ങൾ പള്ളി ദർസിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അത് കൃത്യമായിട്ട് പറഞ്ഞുതരും. ഗ്ലോബൊക്കെ കൊണ്ടുവന്നിട്ട് ഓരോരുത്തരുടെയും ചക്രവാളം അവൻ നിൽക്കുന്ന 90 ഡിഗ്രിയിൽ വരക്കുന്നൊരു വൃത്താണ് അവന്റെ ചക്രവാളം. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നാല്, ഭൂമിയുടെ ഇവിടെ നിന്നാൽ നേരെ അതിന്റെ മധ്യത്തിൽ വരക്കുന്ന വൃത്താണ് അവരെ ചക്രവാളം. അതിന്റെ മീതെ സൂര്യൻ വന്നാൽ പകലായി, അതിന്റെ താഴേക്ക് പോയ രാത്രി. ഇങ്ങനെയാണ്. അപ്പൊ ദക്ഷിണ ഉത്തര ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത് 6 മാസമാണ്. നമുക്കങ്ങനെയല്ല. നമ്മുടെ തലയുടെ മീതെ പോകേണ്ട ഈ സാധനം ഇന്ത്യക്ക് നിൽക്കുന്നത് ഭൂമധ്യരേഖയുടെ നിശ്ചിത അകലത്തിലാണ്. ചില നാട്ടുകാരുടെ തലയ്ക്ക് മീതെ സൂര്യൻ പോവില്ല. റഷ്യ ആ ഭാഗത്തൊന്നും ഖിയാമത്ത് നാൾ വരെ പോവില്ല. അപ്പൊ അങ്ങനെയാണ് സൂര്യന്റെ സഞ്ചാരം അള്ളാഹു ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ ആ കണക്കിന് 6 മാസം അതെന്നെ നട്ടുച്ചൊന്നും ഉണ്ടാവില്ല അവർക്ക്. നമ്മുടെ ഏതാണ്ട് ഒരു വൈകുന്നേരത്തെ അവസ്ഥയിൽ കടന്ന് ഇങ്ങനെ കറങ്ങും ചക്രവാളത്തിന്റെ ചുറ്റുഭാഗത്തും. അതാണ് അവരെ ഇങ്ങനെ വരൂല. അപ്പൊ ഭൂമിയിലൊരു ദിവസം എന്ന് പറഞ്ഞാൽ 6 മാസം ഒറ്റ ദിവസമായിട്ട് നിൽക്കുന്നുണ്ട്, 6 മാസം പകലായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ലോകത്ത് നമ്മൾ നോക്കിയാൽ ഇപ്പൊ ഭൂമിയുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ് അല്ലേ? ഒരു വർഷം എന്ന് പറഞ്ഞാലോ 365 ദിവസം. കൃത്യമായി പറയാം, 365 ദിവസമാണ് ഭൂമിയുടെ ഒരു വർഷം. എന്നാൽ ബുധൻ ഗ്രഹത്തിന്റെ ഒരു വർഷം ഭൂമിയുടെ 88 ദിവസം മതി. അതെങ്ങനെ? ഭൂമിയുടെ 88 ദിവസം കൊണ്ട് ഒരു വർഷത്തെ കറക്കത് കറങ്ങും. അതന്നെ നമുക്ക് 365 ദിവസം ആവുമ്പോഴല്ലേ ഒരു കൊല്ലാകുക. എന്നാൽ 88 ദിവസം മതി. എവിടെ? ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൽ. എന്ന് വെച്ചാൽ അത്രയും ദൈർഘ്യമാണ് ആ ദിവസങ്ങൾക്ക്. ഇതുപോലെ പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു ഗ്രഹമുണ്ട്, കൊച്ചു ഗ്രഹം. അത് നമുക്ക് കാണാൻ പറ്റും. ദൂരദർശിനി ഇല്ലാതെ തന്നെ ചില സമയത്ത് ഈ വെട്ടിത്തിളങ്ങാതെ കാണാൻ പറ്റുന്ന ഒരു കൊച്ചു ഗ്രഹമാണ് പ്ലൂട്ടോ. അതിൻ്റെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ 248 കൊല്ലാണ് അതിൻ്റെ ഒരു കൊല്ലം. അതൊക്കെ സയൻസ് ഗോളശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഏറ്റവും ചെറിയ ദിവസം എന്ന് പറയുന്നത് വ്യാഴത്തിനാണ്. അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 9 മണിക്കൂറും 53 മിനിറ്റുമാണ്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന് ഒരു ദിവസം ആകാൻ 9 മണിക്കൂറും 53 മിനിറ്റും മതി. 24 മണിക്കൂർ വേണ്ട. അപ്പൊ ഇങ്ങനെ വിവിധ ഗോളങ്ങളിൽ രാപ്പകലുകളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് ഇതൊക്കെ. എന്നാൽ ഈ സംവിധാനങ്ങളൊക്കെയും അല്ലാഹു അടിമുടി മാറ്റിയാൽ, പരിവർത്തനമുണ്ടാക്കിയാൽ, ഇതിനെയൊക്കെ ഒന്ന് ഉടച്ചു വാർത്ത് കഴിഞ്ഞാൽ 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ഒരു ദിവസം എന്ന് പറഞ്ഞത് മനസ്സിലാക്കാൻ പാകത്തിൽ തന്നെയാണ്. അത് തലേ കൊള്ളാത്ത വിധത്തിലൊന്നുമല്ല. ഇന്ന് തന്നെ നമുക്ക് പല റൂട്ടും പല വിധത്തിലും കാണാൻ പറ്റുന്നുണ്ട്. മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ. ഞാൻ ഈ പറഞ്ഞ അല്ലാഹു അവന്റെ നാമത്തിലാണ് തുടങ്ങിയത്. അവൻ റബ്ബുൽ ആലമീനാണ്, അവൻ റഹ്മാനും റഹീമുമാണ്, അവൻ മാലിക് യൗമിദ്ദീൻ, വിചാരണ നാളിന്റെ ഉടമക്കാരനാണ്. ആ നാളില് അല്ലാഹുവിന് മാത്രം ആധിപത്യവും അധികാരവുമുള്ള ആ നാളില് ഇവിടത്തെ അധികാരികൾക്കൊന്നും മിണ്ടാനാകാത്ത ദിവസമാണ്. അധികാരം പോയിട്ട് മിണ്ടാൻ പറ്റൂല. ഈ ലോകത്തുള്ള പ്രജകളും അനുയായി വൃദ്ധവും അണികളുമൊക്കെ അവിടെ വെച്ച് പിരിഞ്ഞു പോകുന്ന ദിവസമാണ്. അവര് പിരിയണ്ട, നേതാക്കന്മാർ ഇവരെ കൈവിടും.
ഇവിടുന്ന് കുറെ സിന്ദാബാദൊക്കെ വിളിച്ച് നടന്നല്ലോ. പള്ളിയിലേക്കും വരൂല, അള്ളാന്റെ റസൂലിനോട് അത്ര പ്രതിബദ്ധത ഇല്ല, കടപ്പാടൊന്നുമില്ല. എന്നാൽ ഈ നേതാക്കന്മാരോട് വലിയ കടപ്പാടും പ്രതിബദ്ധത. സിനിമാ നടന്മാർ, കായിക താരങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഇങ്ങനെ തുടങ്ങിയ നേതാക്കന്മാരെ പിറകെ നടന്ന ആളുകൾ, ആ ആളുകളുടെ അവസ്ഥ, അവർ ഈ അണികളെ, അനുയായികളെ, ആരാധകരെ മുഴുവൻ കൈവിടും. അവരെ പിശാചും കൈവിടും. ഈ ലോകത്ത് നിന്ന് അവർക്ക് ലീഡർഷിപ്പ്, ഇമാമായി നിന്നത് ഇബ്ലീസാണ് ലഅനത്തുള്ള. ഈ ആളുകളെ പിന്നാലെ മനുഷ്യന്മാരും പോയി. അവിടെ എത്തിക്കഴിഞ്ഞാല് ഈ നേതാക്കന്മാര് അണികളെ കൈവിടും, ഇവരെ നേതാക്കന്മാരെ പിശാചും കൈവിടും. ഖുർആനാം രംഗങ്ങനെ വരച്ച് കാട്ടുന്നുണ്ട്. ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ് وتقطعت بهم الأسباب وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرؤوا منا. നബിയേ, യൗമുദ്ദീനിൽ നടക്കുന്ന രംഗങ്ങൾ അങ്ങ് ലോകത്തോട് വിളിച്ചു പറയൂ നബിയേ. ഖുർആനിന്റെ ഇതിവൃത്തമായി തന്നെ മാനവകുലത്തോട് ഓതിക്കൊടുക്കൂ നബിയേ. ഇത് തബറഅല്ലദീന തുബിഉ, നേതാക്കന്മാർ കൈവിടുന്ന നേരത്ത്, കൈയൊഴിക്കുന്ന നേരത്ത്, മിനല്ലദീന തബഉ, തങ്ങളുടെ പിന്നാലെ വന്ന അനുയായികളെ, പ്രജകളെ, തങ്ങളുടെ പിറകെ വന്ന ആളുകളെയൊക്കെ കൈവിടുന്ന നേരം, വറഅഉൽ അദാബ്, നേതാക്കന്മാരും അനുയായികളും അധികാരി വർഗവും സാധാരണക്കാരും എല്ലാവരും ലൈവായി അള്ളാഹുവിന്റെ ശിക്ഷ കണ്ടാൽ, കാണാൻ തുടങ്ങിയാൽ, നരകത്തിൽ വീഴണ്ട, വീഴാതെ തന്നെ കാണാൻ പറ്റൂ. ഒരായത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, എല്ലാ ആൾക്കാരും നരകം കാണേണ്ടി വരും, കാണാതെ ആരും വിടൂല. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ സുമ്മ നുനജ്ജില്ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയാ. ഈ ആയത്ത് പ്രകാരം എല്ലാവരെയും ഒന്ന് നരകത്തിൽ മുക്കിയെടുക്കുന്ന മനസ്സിലാവുന്നത്. അതിന്റെ ഓരത്ത് ചെന്നൊന്ന് എത്തി നോക്കുക മാത്രല്ല, അങ്ങനെ പറഞ്ഞ മുഫസ്സിറുകൾ ഉണ്ട്, വ്യാഖ്യാതാക്കള്. ശരിക്കും ഈ ആയത്ത് കറക്റ്റായിട്ട് അർത്ഥം വെച്ചാൽ ഒന്ന് കൊണ്ടുപോയി ഇടും തന്നെ. എല്ലാരെയും, എല്ലാ മുഅ്മിനീങ്ങളെയും മുത്തഖീങ്ങളെയും അല്ലെങ്കിൽ അപ്പോഴാണ് സ്വർഗത്തിന്റെ സുഖം ശരിക്കും അറിയാം. സുഖദുഃഖങ്ങൾ ആപേക്ഷികാണല്ലോ. അല്ലാഹു ഖുർആനിൽ പറയാണ്, നിങ്ങളെ ഓരോരുത്തരെയും ഇല്ലാ വാരിദുഹ, ആ നരകത്തിലൊന്ന് കൊണ്ടുപോകും. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, അത് നബിയെ അങ്ങയുടെ നാഥൻ ഒരു നിർബന്ധ ബാധ്യത പോലെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. സുന്നത്തൊന്നല്ല, ഹത്മൻ മഖ്ദിയ എന്ന് പറഞ്ഞ നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യത. എന്നിട്ട് പറയാണ്, സുമ്മ നുനജ്ജില്ലദീന തഖൗ, ഭക്തജനങ്ങളെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തും. വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ, അക്രമികളെ അവിടെ തന്നെ മുട്ടുകുത്തി നിൽക്കും വിധം അവശേഷിപ്പിക്കും. ഇതിനെന്താ മനസ്സിലാകുന്നത്? എല്ലാരും കൊണ്ടുപോയിടുന്നല്ലേ. പിന്നെ ഞാൻ ഭക്തജനങ്ങളെ മോചിപ്പിക്കും എന്ന് പറയുമ്പോ എല്ലാരും കൊണ്ടുപോയിടുന്നല്ലേ. ആ രംഗം, യാ നബിയേ, അന്ന് അധികാരി വർഗങ്ങളൊക്കെ കൈവിടും അനുയായികളെ കൂടെ നടന്നവരെ. വറഅഉൽ അദാബ്, അല്ലാഹുവിന്റെ ശിക്ഷ ലൈവായി കാണും, അല്ല അനുഭവിച്ചറിയും. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, പരസ്പര ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്ന ദിവസം, നേതാവും അനുയായിയും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു.
ബാപ്പയും മകനും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു, ഭൗതിക ലോകത്തെ എല്ലാ കണക്ഷനുകളും വിച്ഛേദിക്കപ്പെട്ടാൽ വഖാലല്ലദീന തബഉ, അനുയായികൾ അവിടെ വെച്ച് പറയും, ലൗ അന്നലനാ കറത്തൻ, ഭൂമിയിലേക്കൊരു മടക്കമെങ്ങാനും കിട്ടിപ്പോയാൽ, ഫനതബറഉ മിൻഹും കമാ തബറഉ മിന്നാ, ഞങ്ങളെ ഇവർ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ, ഞങ്ങൾ തൊണ്ട കീറി എന്തോരം മുദ്രാവാക്യം വിളിച്ചതാ, ഞങ്ങൾ ഉറക്കൊഴിച്ച് ഇവരെ വിജയത്തിന് വേണ്ടി എന്തോരം നോട്ടീസ് ഒട്ടിച്ച് നടന്നതാ, ഇവരെ പടമുള്ള എത്രയെത്ര ഫ്ലെക്സുകൾ കെട്ടി നടന്നതാ, ഇവിടുന്ന് തിരിഞ്ഞു നോക്കണില്ലല്ലോ പടച്ചോനെ. ഭൂമിയിലേക്കൊരു മടക്കം കിട്ടിയാൽ ഇപ്പൊ ഇവര് ഈ കാണിച്ച പണി ഞങ്ങൾ ഇനി കാണിക്കും അവരെ. പക്ഷെ എന്ത് കാര്യമുണ്ട്? ഇപ്പൊ ഞങ്ങളെ കൈവിട്ടതുപോലെ ഇനി ഒരു മടക്കം കിട്ടിയാൽ ഞങ്ങൾ അവരെ ഭൂമിയിൽ നിന്ന് തിരിഞ്ഞു നോക്കൂല. എന്താ കാര്യം? കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം വമാ ഹും ബിഖാരിജീന മിനന്നാർ. അവർ ചെയ്തു കൂട്ടിയതൊക്കെ ഖേദമായി അള്ളാഹു കാണിച്ചു കൊടുക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ ദുന്യാവിലെ അവരെ അധ്വാനമൊക്കെ അവിടെ അള്ളാഹു ഖേദമാക്കി കാണിച്ചു കൊടുക്കും. വമാഹും ബിഖാരിജീന മിനന്നാർ, നരകത്തിൽ നിന്ന് പുറത്തു കയറാൻ അവർക്ക് സാധ്യമേ അല്ല. അവരതിനകത്ത് നിന്ന് റിലീസാകുന്ന പ്രശ്നമില്ല. മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകപ്പെടുന്ന വിചാരണയുടെ നാളിന്റെ ഉടമസ്ഥനാണവൻ അല്ലാഹു. വിചാരണ നാളിന്റെ ഉടമസ്ഥൻ, എല്ലാ നാളിന്റെ ഉടമസ്ഥൻ അല്ല തന്നെയാണ്. എല്ലാ ദിവസത്തിന്റെയും ഉടമസ്ഥൻ അല്ല തന്നെയാണ്. വിചാരണ നാളിന്റെ ഉടമസ്ഥൻ, അതൊരു പ്രയോഗമാണ്. നമുക്കിടയിലുണ്ട് അങ്ങനെ ഒരു പ്രയോഗം. എങ്ങനെ? അത് അവന്റെ ദിവസമാണ്, അത് അവന്റെ സമയ, അത് അവക്കടെ സമയ. അപ്പോ ആ കുടുംബക്കാരെ സമയ, അപ്പോ അദ്രഹ്മാനാജിന്റെ സമയമാണ്. ഇപ്പോ എല്ലാരും സമയം തന്നെയല്ലേ? എന്തേ അങ്ങേർക്ക് മാത്രം സമയം? നമ്മൾ സാധാരണ പറയില്ലേ, ഇത് അവന്റെ സമയ, എല്ലാരും സമയല്ലേ? എന്താണ് ആ പറഞ്ഞതിനർത്ഥം? അവൻ അവൾ താരമായി അറിയപ്പെടുന്ന ഒരു ഘട്ടത്തിന് അവന്റെ അവളുടെ സമയം എന്ന് പറയും. ഏത് വിഷയത്തിൽ താരായാലും, ഏത് വിഷയത്തിൽ താരമാണെങ്കിലും അത് അവരെ സമയമെന്ന് നമ്മൾ ചേർത്തി പറയുന്നൊരു രീതി നമ്മുടെ സംസാരത്തിലുണ്ട്. അല്ലാഹു മാത്രം താരമാകുന്ന ദിവസമാണ് യൗമുദ്ദീൻ. ഈ ഭൂമിയിൽ ഓരോരുത്തർക്കും ഓരോ ദിവസമുണ്ടായിരുന്നു. നെപ്പോളിയൻ, അതുപോലെ തന്നെ ഹിറ്റ്ലർ, സീസർ ചക്രവർത്തി, ഇങ്ങനെ ചരിത്രത്തിൽ ഓരോ ആൾക്കാർക്ക് ഓരോ സമയം ഉണ്ടായിരുന്നു. ഇന്ന് പലരുടെയും സമയമാണ്, നാളെ പലരുടെയും സമയമായിരിക്കും. മാലികി യൗമിദ്ദീൻ, അല്ലാഹു മാത്രം താരമാകുന്ന ദിവസമാണ് യൗമുദ്ദീൻ, വിചാരണയുടെ നാൾ ദിവസം. അല്ലാഹു മാത്രം, അന്ന് അവൻ മാത്രമേ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ, അന്ന് അവൻ മാത്രമേ വിളിക്കപ്പെടുകയുള്ളൂ, അന്ന് അവൻ മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ, അന്ന് അവൻ മാത്രമേ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. വേറൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു ദിവസം, ആ ദിവസത്തിന്റെ ഉടമ. മറ്റുള്ളവർക്കാർക്കും തന്നെ ഒരു വാക്ക് മിണ്ടാൻ പോലും സാധിക്കില്ല. അല്ലാഹു അല്ലാത്ത ഒരാൾക്കും മിണ്ടാൻ പറ്റൂല. മിണ്ടണമെങ്കിൽ പെർമിഷൻ കിട്ടണം. യൗമുദ്ദീനായി പറയുന്നത് കേട്ടോ. നിസ്കരിക്കാൻ നിൽക്കുമ്പോ മാലികി യൗമിദ്ദീൻ, ആ ഹംക്കിനെ എങ്ങനെയൊന്ന് പാര വെക്കുക, അതല്ല ആലോചിക്കുക. യൗമുദ്ദീൻ അങ്ങോട്ട് വരണം മനസ്സിൽ. എവിടെ യൗമുദ്ദീൻ? മാലികി യൗമുദ്ദീൻ എന്നാണ് ഓതുമ്പോ ആ യൗമുദ്ദീന്റെ യജമാനൻ, ഉടമസ്ഥൻ, ആ ഒരു കൺസെപ്റ്റ് കിട്ടണം. അതിന് യൗമുദ്ദീൻ അറിയണം, മാലിക്കിനൊക്കെ അറിയണം. അന്ന് ഒരു പടപ്പിനും ഒരു വാക്ക് ഉരിയാടാനാകില്ല. അന്ന് സംസാരിക്കാൻ പോലും ആർക്കും സാധിക്കില്ല.
പ്രത്യേക പെർമിഷൻ കിട്ടിയവരല്ലാതെ അന്ന് ആരും തന്നെ മിണ്ടൂല്ല. സൂറത്ത് നബഅ അമ്മയിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ. മലക്കുകളകിലവും അല്ലാഹുവിന്റെ ഭടന്മാരായ സൈന്യമായ മലക്കുകളൊക്കെയും അണിയൊപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ വറൂഹു മനുഷ്യാത്മാക്കളും അണിയണിയായി നിരന്നു കഴിഞ്ഞാൽ. റൂഹിന് ഒരുപാട് അർത്ഥമുണ്ട്. അതിലൊരു അർത്ഥമാണ് മനുഷ്യാത്മാക്കൾ. വേറൊരു തഫ്സീർ ജിബ്രീൽ അലൈഹിസ്സലാം. അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ഏതായാലും വളരെ കറക്റ്റായി തോന്നുന്ന, കുറച്ചുകൂടെ മനസ്സിന് ഇണങ്ങുന്ന, മനസ്സിലാകുന്ന ഒരു അർത്ഥാണ് മനുഷ്യ ആത്മാക്കളൊക്കെ വിചാരണക്ക് വേണ്ടി അള്ളാഹു ലൈനായിട്ട് നിർത്തുന്നു. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു, ആത്മാക്കളെയും മലക്കുകളെയും അവരെല്ലാവരും വന്നുകൊണ്ട് അണിയണിയായി നിന്നാൽ ലാ യതകല്ലമൂൻ, ഒരാളും മിണ്ടൂല, ആരും മിണ്ടൂല. ലാ യതകല്ലമൂൻ, ഒരാൾക്കും മിണ്ടാൻ പറ്റൂല. ഇല്ലാമൻ, ഒരു വിഭാഗത്തിനൊഴികെ, അദിന ലഹുർ റഹ്മാൻ, കരുണാമയനായ നാഥൻ അനുവാദം കൊടുത്ത ഒരു പാർട്ടിക്കൊഴികെ. വഖാല സവാബാ, അവർ സത്യം മാത്രം പറഞ്ഞവരാണ്. വഖാല സവാബാ, രണ്ട് ഡിമാൻഡ്. അള്ളാഹു അനുവാദം കൊടുത്തവർക്കൊഴികെ. അതാരാ? വഖാല സവാബ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യം സത്യമായി പറഞ്ഞ ടീം. ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു നബിമാരവിടെ മിണ്ടും, അള്ളാഹു അനുവാദം കൊടുക്കും. ഔലിയാക്കൾ മിണ്ടും, ശുഹദാക്കൾ മിണ്ടും. അങ്ങനെ വലിയ റേഞ്ചുള്ള ആളുകൾക്ക് അള്ളാഹു സംസാരിക്കാൻ അനുവാദം കൊടുക്കുമ്പോൾ അവർ മിണ്ടും. അല്ലാതെ ലാ യതകല്ലമൂൻ, ഒരു കുട്ടിയും അവിടെ ഒരു അക്ഷരം മിണ്ടൂല. യൗമുദ്ദീൻ, മാലികി യൗമിദ്ദീൻ, വിചാരണ ദിവസത്തിന്റെ ഉടമക്കാരൻ. അതിനാ പ്രത്യേകം പറയുന്നത്? വിചാരണ ബടി നടക്കണില്ലേ? വിചാരണക്കായിട്ടൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ വിചാരണ ഇല്ലേ? ഇവിടെ കോടതി ഉണ്ടല്ലോ, പോലീസ് ഉണ്ടല്ലോ, കേസ് ഉണ്ടല്ലോ, ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, ശിക്ഷാ നടപടി ഉണ്ടല്ലോ, ജയിലുണ്ടല്ലോ, തൂക്കിക്കൊല്ലലുണ്ടല്ലോ, ഒക്കെ ഉണ്ട്. പക്ഷേ കുറ്റമറ്റ സംവിധാനമല്ല, നമുക്കറിയാലോ. ഇവിടെ ശിക്ഷാ നടപടികൾക്കായി സംവിധാനങ്ങളുണ്ട്. കുറ്റവാളികളെ ശിക്ഷിക്കാൻ നിയമമുണ്ട്, അതിന് സംവിധാനങ്ങളുണ്ട്. പക്ഷേ അത് കുറ്റമറ്റതല്ല. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. ഇതാണ് തത്വം തന്നെ. നമ്മുടെ നിയമത്തിന്റെ തത്വം തന്നെ അങ്ങനെ. 1000 കുറ്റവാളി എസ്കേപ്പ് ആയിക്കോട്ടെ, ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. എന്ന് വെച്ചാൽ കുറ്റമറ്റ വിധം ഇവിടെ കൈകാര്യം ചെയ്യാൻ പറ്റൂല തന്നെ. കുറ്റം തെളിയിക്കപ്പെട്ടൊരു സംശയത്തിന്റെ ചെറിയ പഴുതുണ്ടെങ്കിൽ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ ആ കുറ്റവാളി റിലീസാകും, രക്ഷപ്പെടും. ഇനി അതൊന്നുമില്ലെങ്കിൽ ചാക്കുകെട്ടിന് കണക്കിന് പൈസ കൊണ്ടുപോയി ചൊരിഞ്ഞു കൊടുത്താൽ അതിന് രക്ഷപ്പെട്ടു പോരാൻ പറ്റും. ഇതൊക്കെ ഇവിടെ നടക്കണല്ലേ? ജഡ്ജിമാരെന്നെ കോപ്പി അടിച്ച ആ സ്ഥാനത്ത് വരുന്നൊരു ലോകം ആലോചിച്ച് നോക്കി. പത്രത്തിൽ വായിച്ചിട്ട് കുറച്ച് മുമ്പ് ജഡ്ജി ആകാനുള്ള പരീക്ഷയിൽ കോപ്പി അടിച്ചിട്ട് വലിയ ചർച്ച ചെയ്യുന്നു, വാർത്ത ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വിധി എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ തുറന്നു പറയാനും പ്രയാസമാണെന്നാ പറയാതിരിക്കാനും പറ്റൂല. പൈസ ആണ് ചെന്നാൽ അതിനനുസരിച്ച് ജഡ്ജ്മെന്റ് ഒക്കെ മാറുകയാണ്. ഇനി അതൊന്നുമല്ല, ശിക്ഷ കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു പക്ഷേ ആ വിധി വരുമ്പോഴേക്ക് ഈ ആള് മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ ആ നിർഭയ കേസിലെ പെൺകുട്ടികളെ, ആ പെൺകുട്ടിയെ പിച്ചി ചീന്തി കൊന്ന നരാധമന്മാര് 3-4 ചങ്ങാതിമാര് അവര് കണ്ടപ്പോ കളിക്കണേ. സുപ്രീം കോടതിക്ക് അത് പെട്ടെന്ന് തട്ടണമെന്ന് തീരുമാനമുണ്ട്, വിധി വന്നു. സെൻട്രൽ ഗവൺമെന്റിനും ഉണ്ട്. പക്ഷെ നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ച് അവരിങ്ങനെ മാറി മാറി നടക്കുകയാണ്. ഇപ്പൊ ഇന്ന് കോടതി വേറെ ചില ഇത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അവർ രക്ഷപ്പെടാൻ പറ്റൂല, എത്രയും പെട്ടെന്ന് തീരുമാനമാക്കണമെന്ന് ഗവൺമെന്റിന്റെ നിർദ്ദേശത്തിൽ കോടതി എന്തോ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരെ ശിക്ഷ നടപ്പിലാക്കാന്ന്. എത്ര വർഷങ്ങളായി ആ പെൺകുട്ടിയെ പിച്ചി ചീന്തി കൊന്നിട്ട്, എന്നിട്ടിപ്പോ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ എല്ലാ
രക്ഷപ്പെടാനുള്ള പഴുതും അവരുടെ ആ പ്രതികളുടെ മുന്നിൽ അടഞ്ഞു. ഈ അടഞ്ഞിട്ടും തീരുമാനം വരുന്നില്ല അല്ലേ? കുറ്റമറ്റ സംവിധാനമല്ല ഇവിടത്തെ വിചാരണയും ശിക്ഷാ സംവിധാനവും. എന്നാൽ മാലിക് യൗമുദ്ദീൻ വിചാരണ നാളെന്ന ദിവസത്തില് അന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ? അവിടെ സ്വാധീനിക്കാൻ പറ്റില്ല, കള്ളസാക്ഷി പറയാനാകൂല, പണക്കെട്ടുകൊണ്ട് വിധി മാറ്റാനൊക്കൂല, ഒന്നും പറ്റൂല. യൗമുദ്ദീന്റെ സംവിധാനം ഈ ലോകത്തെ വിചാരണാ സംവിധാനമല്ല. ഈ ലോകത്തെ വിചാരണാ സംവിധാനമല്ല യൗമുദ്ദീന്റെ സംവിധാനം. എങ്ങനെയാണത്? അന്ന് കുറ്റവാളികളുടെ വായകൾ സീല് വെക്കപ്പെടുന്നതാണ്. കുറ്റവാളികൾക്ക് ഒന്നും പറയാൻ സാധിക്കാത്ത വിധത്തിൽ അവരുടെ വായകളിൽ സീല് വെക്കപ്പെടുന്നതാണ്. എന്നിട്ടോ അവരുടെ കൈകളായിരിക്കും പറയുന്നത്, അവരുടെ കാലുകളായിരിക്കും സംസാരിക്കുന്നത്, അവരുടെ ചർമ്മങ്ങളായിരിക്കും കുറ്റങ്ങളെ കുറിച്ച് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ തന്നെ അവൻ ചെയ്ത കുറ്റങ്ങൾ അള്ളാഹു സ്റ്റോർ ചെയ്തിരിക്കുക. ഒരു എല്ലിന്റെ കണിക മതി, അല്ലെങ്കിൽ ഒരു നഖത്തിന്റെ ഭാഗം മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം മതി. ആ ഭാഗത്ത് ഇവൻ കാട്ടിക്കൂട്ടിയതെല്ലാം, ചെയ്തു കൂട്ടിയതെല്ലാം അള്ളാഹു സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. എന്നിട്ടോ വായ അങ്ങോട്ട് സീല് വെക്കും. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. എവിടെയാ അതുള്ളത്? നമ്മൾ എപ്പോഴും ഓതുന്ന സൂറത്തിലാണ് അതുള്ളത്, യാസീനിൽ. اليوم نختم على أفواههم. اليوم യൗമുദ്ദീൻ എന്ന ഒരു ദിവസം വരുന്നുണ്ട്, വിചാരണയുടെ നാളെന്ന ഒരു ദിവസം വരുന്നുണ്ട്. ആ ദിവസത്തിന്റെ അവസ്ഥ നബിയെ പറഞ്ഞു കൊടുക്കൂ, അവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കൂ. നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകളിൽ നാം സീല് വെക്കുക തന്നെ ചെയ്യും. മിണ്ടാനാകാത്ത വിധത്തിൽ വായയിൽ സീല് വെച്ച് അടച്ചുപൂട്ടും. എന്നിട്ടോ വതുകല്ലിമുനാ ഐദീഹിം, നമ്മോട് സംസാരിക്കുന്നത് അവരുടെ കരങ്ങളായിരിക്കും. ഞാൻ അവിടെ പിടിച്ചു, അതെടുത്തു, ഇത് മോഷ്ടിച്ചു, അവനെ അടിച്ചു, ഇവനെ ഉപദ്രവിച്ചു എന്ന് കൈയങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, കാലുകൾ സാക്ഷി പറയുകയാണ് അവിടെ. ബിമാ കാനൂ യക്സിബൂൻ, കാലുകൊണ്ട് നടന്ന പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ കാല് സാക്ഷി പറയുകയാണ്. ഈ കളവ് പറഞ്ഞ് ശീലുള്ള നാവ് അവിടെ പിടിച്ചു കെട്ടു, എന്നിട്ട് അവയവങ്ങളൊക്കെ സംസാരിക്കുക. അള്ളാഹു പറയാണ്, എന്നോട് ഈ അവയവങ്ങളെ മിണ്ടുള്ളൂ, നാവന്ന് മിണ്ടൂല. എത്ര സ്ഥലത്താണ് അള്ളാഹു ഈ യൗമുദ്ദീൻ വിശദീകരിച്ചുകൊണ്ട് ഫാത്തിഹയിലെ യൗമുദ്ദീന്റെ അവസ്ഥ അള്ളാഹു ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഫാത്തിഹ ഉമ്മുൽ കിതാബാണ്, ഖുർആന്റെ ഉമ്മയാണ്. ഈ ഉമ്മ പെറ്റ മക്കളാണ് മറ്റുള്ള സൂറത്തൊക്കെ എന്ന് പറഞ്ഞല്ലോ അല്ലേ? യൗമുദ്ദീനെ കുറിച്ചുള്ള വിവരണം, വിശദീകരണം പല അധ്യായങ്ങളിലുമായിട്ട് പരന്നു കിടക്കുകയാണ്. ഫാത്തിഹയിലെ യൗമുദ്ദീന്റെ ഉടമക്കാരെന്ന് പറയുന്നേ ഉള്ളൂ, ഒരു സൂചന തരികയാണ്. ഈ യൗമുദ്ദീനിൽ നടക്കുന്ന രംഗങ്ങൾ, നാവ് പിടിച്ചു കെട്ടപ്പെട്ട് ശരീരഭാഗങ്ങൾ സംസാരിക്കുന്ന രംഗം ഒരുപാട് ഭാഗങ്ങളിൽ അല്ലാഹു പറയുന്നു. ഒരു സ്ഥലത്ത് ഇങ്ങനെ കാണാം, വയൗമ യഹ്ശറു അഅദാഉല്ലാഹി ഇലൻ നാരി ഫഹും യൂസഊൻ. ഇതൊക്കെ വെറുതെ കേട്ടു പോകാനുള്ളതല്ല കേട്ടോ. മാലിക് യൗമുദ്ദീൻ എന്നാണ് ഓതുമ്പോ അന്നത്തെ ആ ഭയാനകമായ രംഗങ്ങൾ
അവിടുത്തെ വിധി തീർപ്പ്, അവിടുത്തെ തീരുമാനങ്ങൾ, റബ്ബിന്റെ അധികാരം ഇതൊക്കെ നമ്മുടെ കൽബിൽ വേണം. അപ്പോഴാണ് ഫാത്തിഹ ആവുള്ളൂ. وَيَوْمَ يُحْشَرُ أَعْدَاءُ اللَّهِ إِلَى النَّارِ فَهُمْ يُوزَعُونَ حَتَّى إِذَا مَا جَاءُوهَا شَهِدَ عَلَيْهِمْ سَمْعُهُمْ وَأَبْصَارُهُمْ وَجُلُودُهُمْ بِمَا كَانُوا يَعْمَلُونَ وَقَالُوا لِجُلُودِهِمْ لِمَ شَهِدتُّمْ عَلَيْنَا قَالُوا أَنطَقَنَا اللَّهُ الَّذِي أَنطَقَ كُلَّ شَيْءٍ. അല്ലാഹു അങ്ങനെ പറഞ്ഞു തരികയാണത്. വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി, അല്ലാഹുവിന്റെ ശത്രുക്കൾ തെളിക്കപ്പെടുന്ന ദിവസം. അല്ലാഹുവിന്റെ ശത്രുക്കളെ അടിച്ചു തെളിക്കും ചാട്ടവാറുകൊണ്ട് മലക്കുകൾ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാന്റെ ശത്രുക്കളല്ലാതെ മിത്രങ്ങളാക്കി അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ശത്രുക്കളെ കൂട്ടം കൂട്ടമായി ഇലന്നാർ, നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന ദിവസം. ഹത്താ ഇദാ മാ ജാഊഹാ, നരകത്തിന്റെ ഓരത്തവർ എത്തിപ്പെടുന്ന നേരത്ത് വായ സീല് വെക്കപ്പെട്ട അവസ്ഥയിൽ ഒന്നും മിണ്ടാൻ പറ്റാത്ത വിധത്തിലാണ്. കുറ്റമൊന്ന് ബോധ്യപ്പെടണ്ടേ, കുറ്റത്തിന്റെ കാര്യത്തിൽ സാക്ഷികൾ വേണ്ടേ? മലക്കുകളുടെ രേഖ മാത്രമല്ല പ്രിയമുള്ളവരെ സാക്ഷി, നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെയും നമുക്കെതിരിൽ സാക്ഷി പറയുന്ന ദിനമാണ് യൗമുദ്ദീൻ. ആ മലക്കുകൾ അടിച്ചു തെളിച്ചു കൊണ്ടുപോയിട്ട് ഹത്താ ഇദാ മാ ജാഊഹാ, നരകത്തിന്റെ പരിസരത്തെത്തുമ്പോ ഷഹീദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും, അവരുടെ കാത് സാക്ഷി പറയും. വഅബ്സാറുഹും, അവരുടെ കണ്ണ് സാക്ഷി പറയും. വജുലൂദുഹും, കണ്ണും കാതൊക്കെ സംസാരിക്കുന്നതിൽ അത്ഭുതമില്ല, ശരീരത്തിലെ തൊലി ചർമ്മം സംസാരിക്കും. വജുലൂദുഹും, അവരുടെ ചർമ്മങ്ങൾ ഈ വ്യക്തിക്കെതിരെ, ഞാൻ പൗഡർ ഇട്ട് മിനിക്ക് സോപ്പ് തേച്ച് പെർഫ്യൂം അടിച്ച് മൊഞ്ചാക്കി കൊണ്ട് നടന്നിരുന്ന എന്റെ ഈ ചർമ്മം എനിക്കെതിരെ സാക്ഷി പറയും. കണ്ണും കയ്യും കാലൊക്കെ മിണ്ടി എതിരായി സാക്ഷി പറയുമ്പോൾ ഈ കുറ്റവാളി കേട്ടുകൊള്ളൂ. പക്ഷേ ചർമ്മം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഈ മനുഷ്യന് ചോദ്യം ഉയരും അത്രേ. അത് ആ ചോദ്യം ഉയർത്താൻ അള്ളാഹു അവിടെ അനുവാദം കൊടുക്കും. എന്താണ് ചോദ്യം? സ്വന്തം ചർമ്മത്തിലേക്ക് നോക്കിക്കൊണ്ട് അവർക്കൊരു ചോദ്യമുണ്ട്. ലിമ ശഹിദ്തും അലൈനാ, ഞങ്ങൾക്കെതിരെ, എനിക്കെതിരെ എന്തിനാണ് നീ സാക്ഷി പറഞ്ഞത്? നിന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടില്ലല്ലോ. എത്ര കെയർ ചെയ്താണ് ഞാൻ നിന്നെ ചുളിയാതെ, അല്ലേ, അതിന്റെ ഗ്ലാമർ നഷ്ടപ്പെടാതെ എന്തൊക്കെ നിലക്ക് ഞാൻ നിന്നെ കെയർ ചെയ്ത് കൊണ്ടുവന്ന. ലിബ ഷഹിത്തും അലീന, എന്തിനാണ് ഈ തൊലി നീ സംസാരിച്ചത് എനിക്കെതിരെ, സ്കിന്നിനോട്? അപ്പോൾ തൊലി പറയുന്ന മറുപടി അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ശൈ. നാവ് എന്ന് പറഞ്ഞ ഒരു മാംസപിണ്ടല്ലേ കൂട്ടരെ, ഒരു ഇറച്ചി കഷ്ണം അല്ലേ? അങ്ങനെ ഓരോ ജന്തുക്കൾക്കും അവരുടേതായ സംസാരം. അതൊക്കെ മാംസവും തൊലിയൊക്കെയാണ് ഈ സംസാരം നടത്തുന്നത്. സകലമാന വസ്തുക്കൾക്കും സംസാര വൈഭവം കൊടുത്ത നാഥൻ ഇവിടെ വെച്ച് ഞങ്ങൾക്കും സംസാര വൈഭവം തന്നു, സംസാരിക്കാനുള്ള ശേഷി തന്നു. വേറെ കാരണമൊന്നും അതിനില്ല. വഹുവ ഖലഖക്കും അവ്വല മറ വഇലൈഹി തുർജഊൻ. അവനായിരുന്നു നിങ്ങളെ പഠിച്ച് ഭൂമിയിൽ നിയോഗിച്ചിരുന്നത്. ഇപ്പൊ നിങ്ങൾ അവന്റെ മുന്നിലേക്ക് മടങ്ങി വന്നേക്കുന്നതാണ്. ഇവിടെ വെച്ച് ഞങ്ങൾ അവൻ സംസാരിപ്പിച്ചതാണ്. ഞങ്ങളോട് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. എന്നിട്ട് അല്ലാഹ് പറയാണ്, വമാ കുന്തും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉക്കും വലാ അബ്സാറുക്കും വലാ ജുലൂദുക്കും. കൂട്ടരെ, നിങ്ങൾ ഭൂമിയിൽ കുറ്റം ചെയ്തപ്പോ
നിങ്ങൾ നാട്ടിൽ ജീവിക്കുന്ന കാലത്ത് ഹറാമ് ചെയ്തപ്പോ, അള്ളാഹ് പൊരുത്തപ്പെടാത്ത കാര്യം ചെയ്തപ്പോ ഈ തൊലിയെ, കണ്ണിനെ, കാതിനെ നിങ്ങൾ മറച്ച് ചെയ്തിട്ടില്ല. ഞാനൊരു കുറ്റം ചെയ്യുകയാണെങ്കിൽ എൻ്റെ കണ്ണും കാതും തൊലിയും കാണാതിരിക്കട്ടെ ഞാൻ വിചാരിക്കുന്നുണ്ടോ? വമാ കുന്തും തസ്തതിറൂൻ, നിങ്ങൾ ഭൂലോകത്ത് മറച്ചു വെച്ചില്ല, സ്വകാര്യമാക്കി വെച്ചില്ല. സംഇനെയും, നിങ്ങളുടെ കേൾവിയെയും കാഴ്ചയെയും തൊലിയെയും നിങ്ങൾ മാറ്റി കാണാത്ത വിധത്തിൽ നിങ്ങൾ കുറ്റം ചെയ്തില്ല. വലാകിൻ ലനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. എല്ലാം കൂടി ഒന്നും അല്ലാഹ് നോക്കുകയും കണക്കാക്കുകയും രേഖപ്പെടുത്തൂല്ല എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടായിരുന്നു. നിസ്കരിക്കണത് അല്ലാഹ് രേഖപ്പെടുത്തും, സ്വതക്ക കൊടുക്കണത് രേഖപ്പെടുത്തും, മറ്റവന്റെ കുറ്റം പറ അതൊക്കെ അങ്ങോട്ട് വിട്ടുപോകും എന്ന ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരുന്നു. അർദാക്കും, ഈ ധാരണയാണ് നിങ്ങളെ തകർത്തത് കൂട്ടരെ. അല്ലാഹ് പറയാ ഇൻഷാ അല്ലാഹ് യൗമുദ്ദീൻ കുറേ പറയാണ്ട്. ഖുർആനിൽ യൗമുദ്ദീൻ പറഞ്ഞ ഒക്കെപ്പാടെ പറയാൻ നമുക്ക് സമയം ഉണ്ടാവില്ല, കൊല്ലക്കണക്കിന് പറയേണ്ടി വരും. എന്നാലും ഫാത്തിഹയിൽ നമ്മൾക്കൊരു ഉൾക്കിടിലം വരുന്ന വിധത്തിൽ യൗമുദ്ദീൻ നമുക്ക് പറയണം. അള്ളാഹു നമുക്കത് അറിയിച്ചു തരുമാറാകട്ടെ. ആ ദിവസത്തിന്റെ ഗാംഭീര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള മുന്നൊരുക്കം നടത്താൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.